ഇടുക്കി മൂലമറ്റത്ത് പായിൽ പൊതിഞ്ഞ നിലയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് ഉറപ്പിച്ച പോലീസ്. മേലുകാവ് സ്വദേശി സാജൻ സാമുവൽ ആണ് കൊല്ലപ്പെട്ടത്. കൊലയാളി സംഘത്തിൽ 8 പേർ ഉണ്ട് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ മൂലമറ്റം സ്വദേശി ഷാരോൺ ബേബി ഉൾപ്പെടെ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാഗർ ആണ് ചേരുന്നത്. സാഗർ, കൊലപാതകം എന്ന് പോലീസ് ഉറപ്പിക്കുന്നു. ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നതാണ് പോലീസിന്റെ സൂചനകൾ. എന്താണ് ഈ കൊലപാതകത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്? അഭിലാഷ്, ഇന്നലെ രാവിലെയോടാണ് മൂലമറ്റം തേക്കിൻകൂപ്പിനടുത്ത പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇത് കൊലപാതകമാണെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോലീസിന് സംശയം തോന്നിയിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 6 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരാൾ മൂലമറ്റം സ്വദേശിയായ ഷാരോൺ ബേബി എന്നൊരാളുണ്ട്. ബാക്കി 5 പേർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ ഈ കൊലപാതകത്തിനുള്ള കാരണം എന്തെന്ന് വ്യക്തമാവുകയുള്ളൂ. ഈ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെട്ടയാൾ കുപ്രസിദ്ധ ഗുണ്ടയും കൊലക്കേസ് പ്രതിയുമായ മേലുകാവ് സ്വദേശി സാജൻ സാമുവലിനെയാണ് ഇവർ കൊലപ്പെടുത്തിയത്. ഈ കൊന്നതിന് ശേഷം പായയിൽ പൊതിഞ്ഞ് കാട്ടിൽ തള്ളുകയായിരുന്നു. ഇത് ഇയാളുടെ ഈ സാജൻ സാമുവലിന്റെ മൃതദേഹത്തിന് ഇന്നലെ കണ്ടപ്പോൾ 2 ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്നു. ആദ്യം തന്നെ പോലീസിന് മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്തതും മറ്റും ആളെ തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. എന്നാൽ ബന്ധുക്കളും മറ്റും എത്തിയുള്ള പരിശോധനയിലാണ് സാജൻ സാമുവൽ തന്നെയാണ് കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത്. ഇയാളുടെ ഇടത് കൈ വെട്ടിയെടുത്ത നിലയിലായിരുന്നു. തലയുടെ വലതുവശത്തും തലയുടെ മുകൾ ഭാഗത്തെല്ലാം ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. കൊലപാതകത്തിന് പിന്നിൽ മൂലമറ്റ സ്വദേശികളായ 7 അംഗ സംഘം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ആണ് 6 പേർ പിടിയിലായിട്ടുള്ളത്. അതായത് സാഗർ ഇപ്പോൾ പറയുന്നതനുസരിച്ച് ഈ മരണപ്പെട്ട ആൾ ഗുണ്ട ആയിരുന്നു, നിരവധി ആക്രമണ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ ഗുണ്ടകൾ തമ്മിലുള്ള തർക്കം, അല്ലെങ്കിൽ ഈ കൊലയാളികൾ എന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലുള്ളവർക്ക് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടോ? അവരെ തീർച്ചയായും അത്തരം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഇന്ന് രാവിലെയോടെയാണ് ഈ 6 അംഗ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ കൊലയ്ക്ക് കാരണം ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയാണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള എല്ലാം തന്നെ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഈ കൊല്ലപ്പെട്ടയാൾ കുപ്രസിദ്ധ ഗുണ്ടയാണ്, കൊലക്കേസ് പ്രതിയാണ്. ഇയാളെ കാപ്പ ചുമത്തി ഇതിനു മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും ഈ മൃതദേഹം തേക്കിൻകൂപ്പിൽ എത്തിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, അയാളുടെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കഴിഞ്ഞ 30-ാം തീയതി രാത്രി 10 മണിയോടെ ഈ മേലുകാവിൽ നിന്നും പന്നിമാംസം എന്ന് പറഞ്ഞ് പൊതിഞ്ഞ നിലയിലാണ് മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള തേക്കിൻകൂപ്പിൽ എത്തിച്ചത്. ഇത് സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവറാണ് വിവരം പോലീസിൽ അറിയിച്ചത്. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് ഇന്നലെ രാവിലെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മൃതദേഹം ഇവിടെ പ്രതികൾ കുഴിച്ചിടാൻ ശ്രമം നടത്തിയതായുള്ള സൂചന ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഈ പ്രദേശം ഭയങ്കരമായ കട്ടിയുള്ള ഒരു മണ്ണുള്ള സ്ഥലമാണ്. അതിനാൽ തന്നെ കുഴി എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് മൃതദേഹം ഉപേക്ഷിച്ചത് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതികൾ 6 പേർ, കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ള പ്രതികളാണ് 6 പേർ. ഇവർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യുന്ന ശേഷം മാത്രമേ ഇത് കൊലയ്ക്കുള്ള കാരണം മറ്റുള്ള ഇതിലെല്ലാം തന്നെ വ്യക്തത വരികയുള്ളൂ. അഭിലാഷ്, തീർച്ചയായും സാഗർ, ഇതിൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നേരത്തെ കൈ വെട്ടിയ നിലയിലായിരുന്നു എന്ന് പറയുന്നു, തലയ്ക്ക് പരിക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന് വേണമല്ലോ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ. പിന്നീട് കൊല ചെയ്തതിന് ശേഷം പിന്നീട് മൃതദേഹം മറ്റു രീതിയിൽ മറവ് ചെയ്യുന്നതിന് വേണ്ടി നടത്തിയ ശ്രമമാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. എങ്കിൽ പോലും പ്രാഥമികമായി നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ വേണം അഭിലാഷ് കരുതാൻ. കാരണം ഇത് ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തല്ല കൊലപാതകം നടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇത് 25 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് കൊലപാതകം നടത്തിയ ശേഷം ഓട്ടോറിക്ഷയിലാണ് പ്രതികൾ ഈ മൂലമറ്റം തേക്കിൻകൂപ്പ് ഭാഗത്ത് മൃതദേഹം കൊണ്ട് തള്ളുവാനായി വന്നത്. കാരണം ഈ പ്രദേശം ഒരു ആളൊഴിഞ്ഞൊരു പ്രദേശമാണ്, കൂപ്പാണ് ഇവിടം. ഇരുവശങ്ങളും തേക്ക് പ്ലാന്റേഷൻ ആണ്. ഈ തേക്ക് പ്ലാന്റേഷന് സമീപമാണ്, ഈ തേക്ക് കൂപ്പിലാണ് മൃതദേഹം ഇവർ ഉപേക്ഷിച്ചത്. ഇത് കൊണ്ടുവന്ന ഓട്ടോക്കാരന്റെ മൊഴിയാണ് ഇപ്പോൾ കേസിൽ നിർണായകമായ ഒരു മൊഴിയായിരിക്കുന്നത്. ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ പന്നിമാംസം ആണെന്നും പറഞ്ഞാണ് ഇവർ വാഹനത്തിൽ കയറ്റിയതിനു ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഈ പ്രതികൾ. അതിനുശേഷമാണ് ഇവർ മൃതദേഹം സ്ഥലത്ത് ഇറക്കുന്നതിന് മുമ്പ് ഈ മൃതദേഹമാണ് എന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറോട് ഇവർ പറഞ്ഞു. ഈ കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവർ വീട്ടിൽ വന്ന പിതാവിനോട് പറഞ്ഞു. പിതാവാണ് ഇക്കാര്യം കാഞ്ഞാർ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതും ഇന്നലെ രാവിലെ പോലീസുകാർ തെരച്ചിൽ നടത്തിയതും. ഈ കൊല്ലപ്പെട്ട
സാജൻ സാമുവൽ 2018 കോതമംഗലം വെച്ച ഒരു ബാറിൽ ബിനു ചാക്കോ എന്നൊരാളെ കൊല ചെയ്ത കേസിലെ പ്രതിയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അന്ന് ബാറിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് കത്തിക്കുത്തുണ്ടായി. ഈ കത്തിക്കുത്തിലാണ് അന്ന് ബിനു ചാക്കോയെ സാജൻ സാമുവൽ കൊലപ്പെടുത്തിയത്. ഈ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഈ സാജൻ സാമുവൽ. കാപ്പ ചുമത്തിയും മറ്റും പോലീസ് അറസ്റ്റ് ചെയ്യുകയും നാടുകടത്തുകയും ചെയ്യപ്പെട്ട വ്യക്തിയാണ് ഈ കൊല്ലപ്പെട്ട സാജൻ സാമുവൽ. അതിനാൽ തന്നെ ഇയാൾ കൊല്ലപ്പെടേണ്ട സാഹചര്യം എല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പോലീസ് ഈ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ രാത്രിയോടെ തന്നെ ഒരാളെ കസ്റ്റഡിയിലെടുത്ത് ഇന്ന് രാവിലെ ബാക്കിയുള്ള 5 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് പോലീസ് നൽകുന്ന സൂചന. തൊടുപുഴ ഡിവൈഎസ്പി അടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിച്ചു വരികയാണ്. അഭിലാഷ് സാഗർ, ഒരു കാര്യം കൂടി, ഈ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയായിട്ടുണ്ടോ? ഒപ്പം ഗുണ്ടാ പശ്ചാത്തലമുള്ള ആളാണ് കൊല ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കുറിച്ചൊന്നും നമുക്ക് അറിയില്ല. സ്വാഭാവികമായും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ പിന്നീട് മൃതദേഹം സംസ്കരിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് നൽകുകയോ അങ്ങനെയുള്ള തുടർ നടപടികളെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? അത്തരത്തിലൊരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്നലെ ഈ മൃതദേഹം കണ്ടെത്തിയ സമയത്ത് തന്നെ മൃതദേഹം പുഴുവരിച്ച നിലയിലായിരുന്നു. ശരീരത്തിന്റെ പല ഭാഗങ്ങളും 2 ദിവസത്തിലേറെ തന്നെ പഴക്കമുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് ഈ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ അറിയിക്കുകയും തുടർന്ന് ആദ്യം തന്നെ പോലീസിന് ഇതിനെക്കുറിച്ചൊരു സൂചന ലഭിച്ചിരുന്നു. എന്നാലും നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ ഒരു തിരച്ചിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇത് ആളെ തിരിച്ചറിയുവാൻ ആദ്യം തന്നെ അല്പം ബുദ്ധിമുട്ടിയിരുന്നു. തുടർന്ന് ബന്ധുക്കൾ, ഈ സാജൻ സാമുവലിന്റെ ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. ഈ സാജൻ സാമുവലിനെ കാണുവാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ തെരച്ചിൽ നടത്തുകയും ഈ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. ഇയാൾ ഈ കൊലപാതക കേസ് കൂടാതെ പല സ്ഥലങ്ങളിലും, അതായത് തൊടുപുഴ, പൊൻകുന്നം, മരങ്ങാട്ടുപള്ളി, പാല, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ, അതുപോലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം, മൂവാറ്റുപുഴ, കട്ടപ്പന, മുട്ടം, തൊടുപുഴ എന്നീ നിരവധി സ്റ്റേഷനുകളിലെ ക്രിമിനൽ കേസുകളിൽ ഈ സാജൻ പ്രതിയാണെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒട്ടേറെ കേസുകളിൽ പ്രതിയായതിനാൽ തന്നെ ഇയാൾ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഈ പ്രതികളോട് ഈ കൊലപ്പെടുത്തുവാനുണ്ടായ ഒരു കാരണം. 6 പേരുണ്ട് ഇതിൽ ഒരാളെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തു. മറ്റുള്ളവരെ ഇനി കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്നുള്ളതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അഭിലാഷ്, എന്തായാലും ഈ മരണത്തിന്റെ കാരണം എന്താണ്, ആരാണ് കൊലയ്ക്ക് പിന്നിൽ എന്നതിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. മരണപ്പെട്ട ആൾ കൃത്യമായി ഗുണ്ടാ പശ്ചാത്തലം ഉള്ള ആളാണ്. നേരത്തെ കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള കാപ്പ ചുമത്തപ്പെട്ട ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗുണ്ടാ പകയാണോ ഇതിന് പിന്നിൽ, വൈരാഗ്യം ആണോ, മറ്റെന്തെങ്കിലും ആണോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കൊച്ചി ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ മിഹിറിന്റെ മാതാപിതാക്കൾ എറണാകുളം കളക്ടറേറ്റിലെത്തി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മൊഴി നൽകുകയാണ്. റാഗിങ്ങിനെ തുടർന്നാണ് ആത്മഹത്യയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം. ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കുടുംബം പരാതി ഉന്നയിക്കുന്നതിനോടൊപ്പം ചില തെളിവുകളടക്കം അവർ ശേഖരിച്ചു എന്നാണല്ലോ അവകാശപ്പെടുന്നത്. ഈ വിവരങ്ങളെല്ലാം കൈമാറുന്നുണ്ടോ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ?